ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു കായ്പോളയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായി 2 പഴുത്ത നേന്ത്രപ്പഴവും 3 മുട്ടയുമാണ് എടുക്കേണ്ടത്. ഞാൻ വീഡിയോയിൽ 2 മുട്ടയെ കാണിച്ചിട്ടുള്ളൂ, സോറി. പാൻ ചൂടായ ശേഷം നെയ്യൊഴിച്ച് ഈ പഴങ്ങൾ ചെറുതായി അരിഞ്ഞ് പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുക. നെയ്യിൽ നന്നായി വഴറ്റിയ ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ചൂടാറാൻ മാറ്റി വെക്കാം. 3 മുട്ട മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമില്ലെങ്കിൽ വാനില എസൻസോ ഏലക്ക പൊടിയോ ചേർക്കാവുന്നതാണ്. മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കണം. നന്നായി മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം ആ പഴത്തിൻ്റെ കൂട്ടിലേക്ക് ഈ അടിച്ചെടുത്ത മുട്ടയുടെ മിക്സ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായ ശേഷം നെയ്യ് ഒഴിച്ചതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം ഈ മിശ്രിതം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി പരത്തി പഴം എല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം നമ്മൾ മൂടി വെച്ച് ഫ്ലെയിം കുറച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഓൾ.